സംസ്ഥാനത്ത് പക്ഷേ ഒറ്റപ്പെട്ട മഴ തുടരാനാണ് സാധ്യത. ഞായറാഴ്ച മുതൽ വീണ്ടും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത. മനീഷ് മഹിപാൽ വാർത്തയുടെ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. മനീഷ്, ഇന്ന് ബാക്കിയുള്ള സമയം, നാളെ ഈ വരുന്ന ആഴ്ചയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട മഴ കാലാവസ്ഥ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് മനീഷ്. ഗുഡ് മോർണിംഗ്. പ്രത്യേകിച്ച് മഴ മുന്നറിയിപ്പുകൾ ഇന്നൊരു ജില്ലയ്ക്കില്ലെങ്കിലും ഇന്ന് 4 ജില്ലകളിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, തൃശ്ശൂർ തുടങ്ങിയ ജില്ലകളിൽ, പ്രത്യേകിച്ചും കുട്ടനാട് താലൂക്കിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. പക്ഷേ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകളും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ പല ഇടങ്ങളിലും ഇപ്പോൾ വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടില്ല. പല ഭാഗത്തും വെള്ളം ഒഴുകി മാറിയിട്ടില്ലാത്തത് കൊണ്ടാണ് ഈ ഭാഗങ്ങളിൽ ഇവിടെ താമസിക്കുന്ന ആളുകളൊക്കെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉള്ളതുകൊണ്ടാണ് ഈ മേഖലയിലുള്ള സ്കൂളുകൾക്ക് ഇന്ന് അവധി കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ചും ഞായറാഴ്ച മുതലാണ് ഇനി മഴയുടെ ശക്തി കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത ഞായറാഴ്ച മുതലാണ്. ഒറ്റപ്പെട്ട മഴയ്ക്കായിരിക്കും അപ്പോഴും ഞായറാഴ്ച സാധ്യതയുള്ളത്. അല്ലാതെ വരുന്ന ആഴ്ച വലിയ ശക്തിയോടുകൂടിയുള്ള മഴ ഉണ്ടാകാനുള്ള സാധ്യത, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ചക്രവാത ചുഴി രൂപപ്പെട്ട് ന്യൂനമർദ്ദമാകാനുള്ള സാധ്യത നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നില്ല. അത്തരത്തിൽ ചക്രവാത ചുഴി രൂപപ്പെട്ട് അത് ന്യൂനമർദ്ദമാകുമ്പോഴാണ് കേരളത്തിൽ കേരള, കർണാടക തുടങ്ങിയ സ്ഥലങ്ങളിൽ കൂടുതലായും മഴ പെയ്യുന്നത്. പ്രത്യേകിച്ചും തീരദേശ മേഖലയിൽ പക്ഷേ ജാഗ്രത തുടരണമെന്നുള്ള അറിയിപ്പുണ്ട്. ശക്തമായിട്ടുള്ള തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. തീരദേശത്തുള്ള ആളുകൾ, മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പുലർത്തണം. ഒപ്പം തന്നെ കേരളത്തിൻ്റെ മലയോര മേഖലകളിലും പെട്ടെന്നുണ്ടാകുന്ന മഴ വലിയ അപകടം ചെയ്യുന്നതാണ്. ഒപ്പം തന്നെ കാറ്റിന് കൂടി സാധ്യതയുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അടുത്ത ദിവസങ്ങളിലടക്കം മഴ ഉണ്ടാകാനുള്ള സാധ്യത കൂടി പ്രവചിക്കുന്നത്. എന്താണെങ്കിലും ഈ വരുന്ന ദിവസങ്ങളിൽ വലിയ ശക്തമായ മഴയില്ലെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിൽ കൂടി ഞായറാഴ്ച മുതൽ ഒരു മഴയുടെ തുടക്കം, അതായത് പഴയ പോലെ തന്നെ, കഴിഞ്ഞ ആഴ്ചയിലെ പോലെ തന്നെ ശക്തമായ മഴ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. ഹാഷ്മി, ഈ നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കൊക്കെ അല്ലേ അവധിയുള്ളൂ മനീഷ്? അതെ, കുട്ടനാട് താലൂക്കിലെ വിവിധ സ്ഥലങ്ങളിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന ഇടങ്ങളിലെ സ്കൂളുകൾക്ക് മാത്രമാണ് അവധിയുള്ളത്. ഞാൻ പ്രത്യേകിച്ച് പറയാം, പത്തനംതിട്ടയിൽ ജില്ലയിലെ തിരുവല്ല പെരിങ്ങര വില്ലേജിലെ മേപ്രാൽ സെൻറ്റ് ജോൺ സ്കൂൾ, അങ്ങനെ എല്ലാ സ്കൂളുകളുമില്ല. വളരെ കുറച്ച് സ്കൂളുകൾക്ക് മാത്രമാണുള്ളത്. കുട്ടനാട്ടിലേക്ക് എത്തുകയാണെങ്കിൽ കുട്ടനാട് താലൂക്കിലെ സ്കൂളുകൾക്ക് മാത്രമാണ് അവധിയുള്ളത്. കുട്ടനാട് താലൂക്കിൽ ഇന്നും അവധിയാണ്. കനത്ത മഴയെ തുടർന്ന് കുട്ടനാട് താലൂക്കിലെ മുഴുവൻ സ്കൂളുകൾ, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണെന്നുള്ള വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. മറ്റ് ജില്ലകളിൽ പക്ഷേ ക്യാമ്പ് പ്രവർത്തിക്കുന്നതും ഒപ്പം തന്നെ മുൻകൂട്ടി നേരത്തെ ജില്ലാ ഭരണകൂടം പുറത്തുവിട്ട ആ അറിയിപ്പ് നേരത്തെ തന്നെ ആ സ്കൂളുകൾക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ വിവിധ സ്കൂളുകൾക്ക് മാത്രമാണ് മറ്റ് ജില്ലകളിൽ അവധിയുള്ളത്. ഹാഷ്മി, ശരി.